നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മുതലപ്പൊഴിയിലെ പൊഴി മുറിച്ചു. കണ്ണൂരിൽ നിന്നും എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ രാത്രിയോടെ പൊഴിമുഖത്തേക്ക് കയറ്റും. പൊഴി മുറിച്ചതോടെ കായലോരത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്ക ഭീഷണിക്ക് ഭാഗിക പരിഹാരമായി. മുതലപ്പൊഴിയിലെ പൊഴിമുറിക്കൽ പൂർത്തിയായി. അഴിമുഖത്ത് 13 മീറ്റർ വീതിയിലും 3 മീറ്റർ ആഴത്തിലുമാണ് പൊഴിമുറിച്ചത്. അഴിമുഖത്തിന്റെ പ്രവേശന കവാടത്തിലുള്ള മണൽ നീക്കം ചെയ്തതോടെ കണ്ണൂരിൽ നിന്നും എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ പൊഴിമുഖത്ത് രാത്രിയോടെ കയറ്റും. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ബാക്കിയുള്ള ഭാഗത്തെ മണൽ നീക്കം ത്വരിതപ്പെടുത്തും. മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ശേഷി കൂടിയ ഡ്രഡ്ജർ അഴിമുഖത്തെത്തിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ പൊഴി ഇപ്പം മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഇതിപ്പോൾ ഈ പ്രവൃത്തി ഇവിടെ നടക്കില്ല. പക്ഷേ ഞങ്ങൾ ഈ പാവപ്പെട്ട ഈ പഞ്ചായത്തിൽ വെള്ളക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിപ്പോഴും പട്ടിണിയിലാണ്. ഞാൻ ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്. എന്നാൽ അവരെ ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് തുറന്നു വിടാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അഴിമുഖത്തിന്റെ മൊത്തം വീതി 120 മീറ്ററാണ്. അതിൽ 13 മീറ്റർ വീതിയിലാണ് പൊഴിമുറിച്ചത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ മണൽ മൂടിക്കിടക്കുകയാണ്. പൊഴിമുറിച്ചതോടെ കായലോര മേഖലകളിലെ വെള്ളക്കെട്ടിന് ഭാഗിക പരിഹാരമായെങ്കിലും ശാശ്വത പരിഹാരമാകണമെങ്കിൽ മണൽ പൊഴിമുഖത്തു നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യണം. മെയ് 15ഓടെ മണൽ നീക്കം പൂർണ്ണമാകുമെന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.